ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അമ്പലത്തിൽ, അമ്മയുടെ തറവാട്ടമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ തൊട്ടിട്ട് ഉത്സവമുണ്ട്. ഇന്നലെയും ഇന്നും 2 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് അമ്മാമ്മയും അച്ഛനും വിളിക്കുന്നുണ്ട്. പക്ഷെ പൊന്നൂനും ലിച്ചനും ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അവർ എക്സാമിന് പോയേക്കുക. അപ്പോൾ ഗുരുവായൂരാണ് അമ്മയുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് വണ്ടി വരിക. അപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് അവരെന്നെ എടുക്കും. ആ അമ്മ വീഡിയോ എടുക്കുക. ആ ബേബിനെ ഒന്ന് കാണിക്കട്ടെ. ബേബി ചെരുപ്പിട്ടിട്ട് വരും. അപ്പം ഞങ്ങൾ പോവാണ്. ഓക്കെ, അമ്മയും അച്ഛനും ഞാനും ജാനിക്കുട്ടിയും കൂടി പോവാണ്. പൊന്നൂനും അച്ഛനെ നമ്മൾ ഗുരുവായൂരിന്ന് എടുക്കും. സമയം 12 മണി ആയിട്ടുണ്ട്. അവിടെ പരിപാടികൾ തുടങ്ങി. അയ്യോ ഞാൻ കാണിച്ചോട്ടെ. ഞാൻ ജാനിക്കുട്ടീനെ കാണിച്ചുതരാം. ഇതെന്തത്? വേറൊരു പൊട്ട്. നോക്കട്ടെ. അതാ വെച്ചോ. നോക്കട്ടെ. പശുമ്പനെ കണ്ട ജാമ്പി. ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തി. അമ്മയുടെ എൻ്റെ ചെറുപ്പത്തിൽ വൈകുന്നേരത്തെ അമ്മമ്മയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിതാ ഈ അമ്പലത്തേക്ക് വിളക്ക് കാണിക്കാൻ പോകാറുണ്ട് കേട്ടോ. അന്ന് ഒരു ഷെഡിനകത്തായിരുന്നു, ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഷെഡ്. അതിനകത്തായിരുന്നു ദൈവങ്ങളൊക്കെ വെച്ച് പൂജിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഈ കാണുന്ന പോലെയൊക്കെ അമ്പലം വലുതായി. അപ്പോൾ ഉത്സവമായി. 2 ദിവസത്തെ ഉത്സവം, അതും നല്ല ഗംഭീരമായിട്ട് തന്നെ നടന്നു കേട്ടോ. 2 ദിവസത്തെ ഉത്സവമായിരുന്നു. ഒരു ദിവസം പാമ്പിനാളും, ഈ കാണുന്ന ദിവസം ദേവിക്കളം, രാത്രി വിഷ്ണുമായയുടെ കളമായിരുന്നു. നല്ല മനോഹരമായിട്ട് തന്നെ ദേവിയുടെ രൂപം വരച്ച് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇത് വരയ്ക്കുക കേട്ടോ. മണ്ണാമാരാണ് ഇത് വരയ്ക്കുക. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് മതങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അച്ഛൻ്റെ തലമുറയായിട്ട് കൈമാറി കൊണ്ടുവന്നതാണ്. ഇപ്പോഴും ഈ ആചാരവും വിശ്വാസങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വീഡിയോ കാണുന്നവർക്ക് പലർക്കും തമാശയായിട്ടും വിശ്വസിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നു വന്ന ഒരു കാര്യമാണ്. എൻ്റെ അച്ഛനും അമ്മാമ്മയാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. 100% ഇത് സത്യമാണ്, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണെന്നല്ല പറയുന്നത്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തിൽ എപ്പോൾ അമ്മാമ്മയും അച്ഛനെ വിളിച്ചാലും ഞങ്ങൾ ഓടിയെത്താറുണ്ട്. ദേവികളം ആരംഭിക്കാറായിട്ടോ. അപ്പോൾ ദേവിയുടെ കളം ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൂജിച്ചു കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും മാമന്മാരൊക്കെ വന്ന് നിൽക്കുകയാണ്. ദേവിക്ക് തുള്ളണത് അച്ഛൻ്റെ അനിയനാണ്. അങ്ങനെ പാട്ട് തുടങ്ങി. ഇവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവർ പാട്ട് പാടി കൊട്ടി ദേവീനെ ഉണർത്തി ആ ഒരു ശരീരത്തിലേക്ക് കയറ്റും എന്നാണ് വിശ്വാസം. ഇവർ തന്നെയാണ് കേട്ടോ കളം വരയ്ക്കുന്നത്. അങ്ങനെ പാട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നല്ല പാട്ടും കൊട്ടും ബഹളവും ആയിട്ട് ദേവി മറ്റ് ദൈവങ്ങളൊക്കെ ശരീരത്തിലേക്ക് വന്ന് കയറി ഇവർ തുള്ളി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൽപ്പനകളൊക്കെ നമുക്ക് പറയും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കളം തൃപ്തിയായോ, എന്തെങ്കിലും കുറവ്. വളരെ കുറച്ച് സമയത്തിനാണ് ദൈവങ്ങളൊക്കെ ശരീരത്തിലേക്ക് കയറുക. ഈ ഒരു സമയം കണ്ട അവർ കളങ്ങളൊക്കെ മാച്ച് കളയും. അവർ കൽപ്പനകൾ പറയട്ടോ. നമുക്ക് ചോദിക്കാം, കളം തൃപ്തിയായോ, എന്തെങ്കിലും കുറവുണ്ടോ, ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള ഇതൊക്കെ അവർ നമ്മളോട് പറയും. അങ്ങനെ അത് തുള്ളലൊക്കെ കഴിഞ്ഞു.
രാവിലെയും വൈകിട്ടും ഭക്ഷണം ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ അവിടെ പന്തലൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സദ്യ ആയിരുന്നു. ചോറും അവിയലും സാമ്പാറും കാളനും ഇഞ്ചുംപുളിയും അച്ചാറും നല്ല പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറും ഇതൊക്കെ കഴിച്ചു, പിന്നെ പായസം പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു. ദേവിക്കളം കഴിഞ്ഞ് പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോയി. ഇപ്പം കണ്ടത് വൈകുന്നേരം ആയപ്പോൾ താലപ്പൊലിയും ചെണ്ടമേളവും പടക്കം പരിവാരങ്ങളൊക്കെ ആയിട്ട് ദേവീനെ എഴുന്നള്ളിച്ചിട്ട് നമ്മൾ ചാണാശ്ശേരി തറവാട്ടിലൊരു വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. വൈകിട്ടായിരുന്നു ആ ഒരു പരിപാടി. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും പിള്ളേരും അമ്മയും അമ്മയൊന്നും പോയില്ല കേട്ടോ. കാരണം ഞങ്ങൾ വീട്ടിലേക്ക് പോയി അമ്മമ്മയ്ക്ക് അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് താലപ്പൊലിയൊക്കെ ആയിട്ട് ഇവർ നേരെ അമ്പലത്തിലേക്ക് വരും. അമ്പലത്തിൽ ഇതാ നമ്മുടെ വിഷ്ണുമായ കളത്തിന് വേണ്ടിയിട്ടുള്ള കളം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊണ്ടുവന്ന താലമൊക്കെ ഇതാ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അലങ്കാരങ്ങളും ചെണ്ടമേളവും അങ്ങനെ വിളക്കൊക്കെ ആയിട്ട് അമ്പലം കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ ഒരു സമയത്ത്. ഞങ്ങളെല്ലാവരും വൈകിട്ട് തൊഴുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ വക ഒരു നല്ല കിടിലം പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് യുവമിത്ര കാക്കശ്ശേരി എന്ന് പറഞ്ഞ ടീമിൻ്റെ നല്ല ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേരാണ്, പക്ഷെ അവരുടെ ഒരു 10-12 ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ തന്നെ വെല്ലുമ്മയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വല്യമ്മയും വന്നു, കസിനും വന്നു. അപ്പോൾ പൊന്നും ലച്ചുവിനും ആണെങ്കിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഈ ഡാൻസൊക്കെ കണ്ടിട്ട് കളിക്കാൻ പറ്റണില്ലല്ലോ എന്നും പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. നല്ല ഡാൻസ് തന്നെയായിരുന്നു. എനിക്ക് അവരുടെ പാട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കും. കുറച്ച് ക്ലിപ്പ് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴായിരുന്നു കേട്ടോ തെയ്യം വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. ജാനക്കുട്ടിയും പിള്ളേരൊക്കെ ഇതൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്ത് അറിയണതൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തെയ്യമൊക്കെ വന്നിട്ട് നല്ല അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഫോക്ക് കൾച്ചർ, ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ണൂർ പോയിട്ട് തെയ്യം കാണണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കണ്ണൂർ ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു ദിവസം തെയ്യം കാണാൻ വേണ്ടി പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടോ. ഞങ്ങളും തെയ്യത്തിൻ്റെ കൂടെ ഒരു ക്ലിപ്പൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് അമ്മമ്മ കേട്ടോ. അമ്മമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ അമ്മമ്മ ഒരു സൈഡിലിരിക്കുകയാണ്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചെല്ലാവരും അമ്പലത്തിലേക്ക് വന്നു. ഇവിടെ കളം വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിഷ്ണുമായയുടെ കളം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ താലെടുത്തിട്ട് എല്ലാവരും താലെടുത്ത് നിൽക്കുകയാണ്. തുള്ളാനുള്ളവരൊക്കെ കുളിച്ച് ശുദ്ധിയായി വന്നിട്ട് അവരുടെ ആയുധങ്ങൾ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനി നമ്മളെല്ലാവരും കൂടിയിട്ട് താലൊക്കെ ആയിട്ട് തുള്ളാനുള്ളവരെ കൊണ്ടിട്ട് നമ്മൾ പാടത്തേക്ക് പോവും. അവിടെ നിന്ന് ഉറക്ക കുട്ടി പാടി ദൈവങ്ങളെല്ലാം കൊണർത്തി ശരീരത്തിലേക്ക് അവർ കയറി അവിടെ നിന്ന് തുള്ളിയിട്ട് അമ്പലത്തിലേക്ക് വരും. അതാണ് കേട്ടോ ഒരു വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തറവാട്ടിലുള്ള ആൾക്കാരൊക്കെ താലം പിടിച്ചിട്ട് തുള്ളാനുള്ള ആൾക്കാരനൊക്കെ കൊണ്ടിട്ട് കുട്ടി പാടിയിട്ട് പാടത്തിൻ്റെ അറ്റത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പൊന്നുവിനോട് ഞാൻ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ പൊന്നു കൂടെ പോയി. ഇനിയിപ്പോൾ പൊന്നു പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ പോയി.
അങ്ങനെ തുള്ളിയിട്ട് എല്ലാവരും അമ്പലത്തിലേക്ക് എത്തി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, താലൊക്കെ അവിടെ വയ്ക്കും കേട്ടോ. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിഷ്ണുമായുടെ കളം സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മുടെ ഈ പാട്ട് പാടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരവിടെ ഇരുന്നിട്ട് ഉറക്കെ പാട്ട് പാടി തുള്ളും. അപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്, അതായത് പുലർച്ചെ 3:30 ആയിട്ടുണ്ട് നമ്മുടെ ഈ കളം തുടങ്ങിയിട്ട്. ആരെങ്കിലും ഒരാളായിരിക്കും ഈ കളം കഴിച്ചിട്ടുണ്ടാവുക കേട്ടോ, ഒരു വഴിപാട് പോലെ. ചിലപ്പോൾ അവരുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന കളമായിരിക്കും കേട്ടോ. അപ്പോൾ 3:30 സമയമായി, ഇനി വിഷ്ണുമായുടെ കളമാണ്. അപ്പോൾ മുൻപ് തുള്ളിയവരെല്ലാവരും കുളിച്ച് ശുദ്ധിയായിട്ട് വന്ന് നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെ മേലേക്കാണ് വിഷ്ണുമായ കയറുക, അവർ തുള്ളി കളം മാച്ച് നമുക്കെല്ലാവർക്കും നിവേദ്യം നമ്മൾ നിവേദിച്ചത് നമുക്ക് തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഒരുപാട് വൈകി, 3:30 സമയമായല്ലോ. അങ്ങനെ അവസാനം അച്ചച്ചൻ്റെ മേലാണ്, അതായത് എൻ്റെ അച്ചച്ചൻ്റെ മേലെ തന്നെയാണ് വിഷ്ണുമായി കയറിയത്. എന്നിട്ട് വിഷ്ണുമായ തുള്ളിക്കളം മാച്ച് ഭംഗിയാക്കി കൊടുത്തു. കളം തൃപ്തിയായി എന്ന് പറഞ്ഞു. നമ്മൾ വിഷ്ണുമായയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച നിവേദ്യങ്ങളൊക്കെ നമ്മൾ കളത്തിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ വിഷ്ണുമായ ആയുധം എടുത്തിട്ട് തുള്ളിയിട്ട് പിന്നെ കളത്തിൽ കയറിയിട്ട് കളം മായ്ക്കും. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതറിയുന്നവർ എന്നോട് ക്ഷമിക്കുക, കാരണം കൂടുതൽ ഇതിനെപ്പറ്റി പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ കളം മാച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുക്കി വെച്ച നിവേദ്യങ്ങളൊക്കെ വിഷ്ണുമായ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മൾ കൽപ്പനകളൊക്കെ നമ്മളോട് പറയുക. അപ്പോൾ അങ്ങനെ കുറേ കൽപ്പനകളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കഴിച്ച ആളോട് ആളുടെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ കളം ഭംഗിയായി, നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയായി. അപ്പോൾ എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എനിക്കറിയാനൊരാഗ്രഹം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.